സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾക്കറിയാം ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും 3 ഇരട്ടിയാണ് ഫലമുണ്ടാവുക. അത്രയും പുണ്യമായൊരു ദിവസമാണ്. ഈ ഒരു ദിവസം പുണ്യം എന്ന് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേരുന്ന ആ പുണ്യമായ ദിനത്തിൽ നമ്മൾക്കറിയാം, കറുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അന്ധകാരമാണ്. അപ്പോൾ ആ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ വെളിച്ചമായി വന്നിരിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ വെളിച്ചമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചമായി വരുന്നത്, നമ്മൾ ആ അവസരത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് 3 ഇരട്ടി ഗുണം കിട്ടും എന്നർത്ഥം. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം നമ്മൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അതിൻ്റെ ഫലം 3 ഇരട്ടിയായിട്ട് നമ്മൾക്ക് കിട്ടും. ശ്രേഷ്ഠമായ കർമ്മമാണോ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിലോ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ, ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ, ഈ കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വർഷത്തേക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫലം കിട്ടും. നമ്മൾക്കറിയാം, നമ്മളൊരു ജോലി ചെയ്യുന്ന ആളാണ്. മാസത്തിൽ ഒരു തവണ നമുക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം ആ മാസം മുഴുവൻ, വരാൻ പോകുന്ന മാസം മുഴുവൻ നമുക്ക് ചെലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അതുപോലെ ഈ അഷ്ടമി നാളിൽ, ശ്രീകൃഷ്ണ ജയന്തി നാളിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം, ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം മുഴുവനും ഉണ്ടാകും എന്നർത്ഥം. ഇനി എന്താണ് ആ കാര്യം എന്നോട് പറയാം. ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ചില നാമങ്ങൾ അങ്ങോട്ട് ഉച്ചരിക്കുക, മന്ത്രങ്ങൾ അങ്ങോട്ട് ഉച്ചരിക്കുക. ഇത് ഉച്ചരിക്കുന്നത് പരമാവധി നമ്മൾ എന്ത് വേണം, ഒരു 108 തവണയാണെങ്കിൽ ഉത്തമം. കാരണം അന്നത്തെ ദിവസം നമ്മൾ വ്രതമെടുത്ത് നൊയമ്പെടുത്തിട്ടൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ആ അവസരത്തിൽ കൂട്ടത്തോടു കൂടി കുടുംബസമേതം ചെയ്യുകയാണെങ്കിലോ ഉത്തമമായൊരു ഒരുപാട് ഗുണങ്ങളാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലേറെ മാറ്റങ്ങൾ ആ ഒരു വർഷം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ മന്ത്രം ഞാൻ പറയാം. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നമ്മളത് ചെയ്യുക, അല്ലെങ്കിൽ കൃഷ്ണ ജയന്തി ദിവസം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. പറയട്ടെ. ഓം കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഇത് നമ്മളൊന്ന് ചൊല്ലുക. രണ്ടാമത്തതോ, കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വാസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ഇതും ഉത്തമമാണ്. ഇനി രണ്ടും ജപിച്ചാലും ദോഷമില്ല. ഇതോടൊപ്പം ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തര ശതനാമബലി അതും കൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ വളരെയേറെ ഉത്തമമായി. ഈ 3നേക്കാളും ശക്തിയുള്ള മറ്റൊന്നുണ്ട്, ഭഗവാന്റെ ശ്രേഷ്ഠമായ മൂലമന്ത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്നത്. അതും നമ്മൾ ചെയ്യാം. ഇനി അത് മാത്രം ചെയ്താലും മതി. 108 തവണ എല്ലാവരും കുടുംബസമേതം ജപിക്കാം. എന്താണെന്നറിയാം. ഓം ക്ലിം കൃഷ്ണായ ക്ലിം നമഃ. ഓം ക്ലിം കൃഷ്ണായ നമഃ. ഓം
നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രങ്ങൾ 108 ആവർത്തി നമ്മൾ ജപിച്ചാൽ നമ്മൾക്ക് ആ വർഷം മുഴുവൻ തന്നെ ശ്രേഷ്ഠമായിരിക്കും. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും മൊത്തത്തിലൊരു മാറ്റമുണ്ടാകും. പല തടസ്സങ്ങൾ പോലും നീങ്ങിപ്പോകും. എന്താണ്, ഒരു മാസത്തെ ശമ്പളം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ബോണസും അലവൻസും എല്ലാം കൂടി ഒന്നിച്ച് കിട്ടുമ്പോൾ നമുക്കന്ന് വലിയൊരു ആഘോഷമായിരിക്കും. അതുപോലെ എല്ലാ മാസവും ശമ്പളം കിട്ടും പോലെ ഈ നാമജപം എല്ലാ മാസവും നമ്മൾ ജപിക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ജപിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബോണസും അലവൻസും എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് ജപിക്കുക. നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.